Hello everyone, welcome to Ascend Online Classes. My name is Praveen, and as the video title suggests, I'm here to teach you about one of the most important concepts in the chapter mensuration, which is inside figures. Inside figures. Video തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം, this is strictly for CGL Tier 2, not for CGL Tier 1 or CHSL or MTS. Okay, this is strictly for CGL Tier 2 because you need to understand the basics of mensuration first. Okay, mensuration എന്ന ചാപ്റ്ററിലെ ബേസിക്സ് അറിയാമെങ്കിൽ മാത്രമേ ഇൻസൈഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ CGL Tier 2 വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി CGL Tier 2 തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻസൈഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. CGL Tier 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞൊരു 3-4 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ മിക്കപ്പോഴും ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഇൻസൈഡ് ഫിഗേഴ്സിൽ നിന്നും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു CGL തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻസൈഡ് ഫിഗേഴ്സ്. അതിൽ തന്നെ 3-4 ടൈപ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇൻസൈഡ് ഫിഗേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഡൗട്ട് വരും, എന്താണ് ഇൻസൈഡ് ഫിഗേഴ്സ്, എന്താണ് ഇൻസൈഡ് ഫിഗേഴ്സ് എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഇൻസൈഡ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോമെട്രിക്കൽ ഷേപ്പിനുള്ളിൽ വേറൊരു ജോമെട്രിക്കൽ ഷേപ്പ് ഫിറ്റ് ചെയ്യുന്നതിനാണ് ഇൻസൈഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഫിറ്റിംഗ് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ കട്ടിങ്ങും ആയിരിക്കും. ഓക്കെ, ഒരു ജോമെട്രിക്കൽ ഷേപ്പിനുള്ളിൽ വേറൊരു ജോമെട്രിക്കൽ ഷേപ്പ് ഫിറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻസൈഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിനകത്ത് ഞാനൊരു സ്ക്വയറിനെ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സ്ക്വയറിനെയാണ് ഈ ട്രയാങ്കിളിനുള്ളിൽ ഇൻസൈഡ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ സപ്പോസ് ഐ ഹാവ് എ കോൺ. ഇതൊരു കോണാണെന്ന് വിചാരിക്കുക. ഈ കോണിനകത്ത് ഞാനൊരു സിലിണ്ടർ ഫിറ്റ് ചെയ്യുകയാണ്. ഈ സിലിണ്ടറിനെയാണ് ഇൻസൈഡ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഔട്ട്സൈഡ് ഫിഗറിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് ഇൻസൈഡ് ഫിഗറിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻസൈഡ് ഫിഗർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ജോമെട്രിക്കൽ ഷേപ്പിനകത്ത് വേറൊരു ജോമെട്രിക്കൽ ഫിഗർ ഫിറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻസൈഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഫിറ്റിംഗ് മാത്രമല്ല, ചിലപ്പോൾ ഇങ്ങനെ ഒരു വുഡൻ കോണിൽ നിന്ന് ഈ സിലിണ്ടർ കട്ട് ചെയ്തെടുക്കുന്നു, അങ്ങനെയും പറയാം. അപ്പോഴും അത് ഇൻസൈഡ് ഫിഗേഴ്സിൽ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ? ഇനി ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഞാൻ ഈ ട്രയാങ്കിളിൻ്റെ എക്സാമ്പിൾ എടുക്കുന്നു. ഓക്കെ, ABC എന്ന് പറയുന്നത് എൻ്റെ ട്രയാങ്കിൾ. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരുപാട് സ്ക്വയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു സ്ക്വയറാണ്, അതുപോലെ വേറൊരു സ്ക്വയർ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അപ്പോൾ ഒരു ട്രയാങ്കിളിനകത്ത് അല്ലെങ്കിൽ ഒരു ഫിഗറിനകത്ത് എനിക്ക് ഒരുപാട് ടൈപ്പ് ഫിഗേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ ഇൻസൈഡ് ഫിഗേഴ്സിൻ്റെയും ഏരിയ അല്ലെങ്കിൽ സൈഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻസൈഡ് ഫിഗറിൻ്റെ ഏരിയ ആയിരിക്കും ചോദിക്കുക. ഇപ്പോൾ സ്ക്വയർ ഇൻസൈഡ് ട്രയാങ്കിൾ ആണെങ്കിൽ ദ ലാർജസ്റ്റ് സ്ക്വയർ പോസിബിൾ, അതായത് ഈ ട്രയാങ്കിളിനകത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. ലാർജസ്റ്റ് ഏരിയ എന്നോ അല്ലെങ്കിൽ ലാർജസ്റ്റ് ടോട്ടൽ സർഫസ് ഏരിയ എന്നോ ലാർജസ്റ്റ് വോളിയം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഈ ട്രയാങ്കിളിനകത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സൈഡ് കണ്ടുപിടിക്കുക, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ട്രയാങ്കിളിൻ്റെ ഹൈറ്റോ ബേസോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ ഏരിയ ഓഫ് ദി സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് ഓഫ് ദി സ്ക്വയർ കണ്ടുപിടിക്കേണ്ടി വരും. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ 2-3 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിളിനകത്ത് സ്ക്വയർ വരാം, ട്രയാങ്കിളിനകത്ത് റെക്റ്റാങ്കിൾ വരാം, അതുപോലെ കോണിനകത്ത് സിലിണ്ടർ വരാം, സിലിണ്ടറിനകത്ത് കോൺ വരാം. അങ്ങനെ ഒരു 2-3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു 4 to 5 പാർട്സ് ഉണ്ടാവും. 10 minutes വെച്ചിട്ടുള്ള 4 to 5 പാർട്സ് ഉണ്ടാവും. എല്ലാ വീഡിയോസും കാണുക. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് ഞാൻ പറയും. പ്രൂഫ് കൂടെ വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബട്ട് യു നീഡ് നോട്ട് സ്റ്റഡി ദ പ്രൂഫ്. ഓക്കെ, നിങ്ങൾ പ്രൂഫ് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എൻ്റെ റിസൾട്ട് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഇപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫിഗർ എന്ന് പറയുന്നത് സ്ക്വയർ ഇൻസൈഡ് എ ട്രയാങ്കിൾ തന്നെയാണ്. So the first type, which is square inside a triangle.
അപ്പം ഞാൻ പറഞ്ഞു ഒരു ട്രയാങ്കിളിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്ക്വയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നമുക്കങ്ങനെ എല്ലാ സ്ക്വയേഴ്സിൻ്റെയും സൈഡോ ഏരിയ ആവശ്യമില്ല. ഏത് സ്ക്വയറാണ്? ലാർജസ്റ്റ് സ്ക്വയർ ഇൻസൈഡ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിനകത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയറിൻ്റെ ഡയമെൻഷൻസ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഒരു കാര്യം നിങ്ങൾ ആദ്യമേ തന്നെ പഠിച്ചു വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ the largest square will always be on the shorter side. സ്ക്വയറിൻ്റെ ലാർജസ്റ്റ് സ്ക്വയർ, അതായത് ഒരു ട്രയാങ്കിളിനകത്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ലാർജസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് will always be on the shorter side. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം. എൻ്റെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഡയമെൻഷൻസ് 10, 12, 13 ആണ്. 10, 12, 13 ആണ്. ഇനി അതേ ട്രയാങ്കിൾ തന്നെ 10, 12, 13, അതേ ട്രയാങ്കിൾ തന്നെ 10, 12, 13, ഇങ്ങനൊരു ട്രയാങ്കിൾ ഉണ്ട്, പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരുപാട് ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാം. പക്ഷേ ഈ 3 സൈഡും ടച്ച് ചെയ്യുന്ന 3 സ്ക്വയേഴ്സാണ് എനിക്കിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ബേസ് 10 വെച്ച് എനിക്കൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാം, അതേപോലെ ബേസ് 12 വെച്ച് എനിക്കൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാം. റെക്ടാങ്കിൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ സ്ക്വയർ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അതുപോലെ ബേസ് 13 എനിക്കൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാം. 3 സൈഡും ടച്ച് ചെയ്യുന്ന 3 സ്ക്വയേഴ്സാണ് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ 10 ഒരു ബേസിലൊരു സ്ക്വയർ ഉണ്ട്, 12 ബേസിലൊരു സ്ക്വയർ ഉണ്ട്, 13 ബേസിലൊരു സ്ക്വയർ ഉണ്ട്. ഇതിൽ ലാർജസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് 10 ബേസിൽ ഞാൻ വരച്ച സ്ക്വയറിനായിരിക്കും. ലാർജസ്റ്റ് സ്ക്വയർ വിൽ ഓൾവേസ് ബി ഓൺ ദ ഷോർട്ടർ സൈഡ്. ഇതൊന്ന് കാണാൻ പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഈ വരച്ചിരിക്കുന്ന സ്ക്വയറിനായിരിക്കും ലാർജസ്റ്റ് ഏരിയ ഉണ്ടായിരിക്കുക. ഈ 12 ബേസിൽ വരച്ചതിനായിരിക്കില്ല, 13 ബേസിൽ വരച്ചതായിരിക്കില്ല. അപ്പോൾ ഏത് ട്രയാങ്കിൾ കിട്ടിയാലും അതിൻ്റെ ഷോർട്ടർ ബേസ് വെച്ചിട്ട് വരയ്ക്കുന്ന സ്ക്വയറിനായിരിക്കും ഏരിയ മാക്സിമം ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ സ്ക്വയർ വരയ്ക്കേണ്ടതും എവിടെയാണ്? സ്മോളസ്റ്റ് സൈഡിനെ ബേസ് ആക്കിയിട്ട് വേണം സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ, ഇനി ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് സിമിലാരിറ്റിയിൽ ഒരു കേസാണ് എന്ത്? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ബേസിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ആ വലിയ ലാർജർ ട്രയാങ്കിളിനെ 2 ട്രയാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്യും. ഒരു സ്മോളർ ട്രയാങ്കിളും ഒരു ലാർജർ ട്രയാങ്കിളുമായിട്ട് കട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ഉണ്ടാവുന്ന ഈ സ്മോളർ ട്രയാങ്കിളും ലാർജർ ട്രയാങ്കിളും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. സിമിലാരിറ്റിയിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ബേസിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ എന്താണ്? 2 ട്രയാങ്കിൾസ് ഉണ്ടാക്കും. ആ 2 ട്രയാങ്കിൾസും സിമിലർ ആയിരിക്കും. ഞാൻ ഈ ലാർജർ ട്രയാങ്കിളിൻ്റെ ബേസ് B1, സ്മോളർ ട്രയാങ്കിളിൻ്റെ ബേസ് B2, അതേപോലെ ലാർജർ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് H1, സ്മോളർ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് H2 ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമിലാരിറ്റി വെച്ച് പറയാം B2/B1 ഈക്വൽസ് H2/H1. ഓക്കെ, അപ്പോൾ റേഷ്യോയിൽ നമുക്കറിയാം 2 റേഷ്യോ ഇങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ടു ഒരു കെയോ അല്ലെങ്കിൽ എക്സോ ഒരു കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാമെന്ന് നമുക്കറിയാം. അപ്പോൾ B2 ഈക്വൽസ് B1x എന്ന് കിട്ടും, H2 ഈക്വൽസ് H1x എന്ന് നമുക്ക് എഴുതാം. ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളർ ട്രയാങ്കിളിൻ്റെ ബേസും ലാർജർ ട്രയാങ്കിളിൻ്റെ ബേസിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടും. അതേപോലെ സ്മോളർ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ലാർജർ ട്രയാങ്കിളിൻ്റെ ഹൈറ്റിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിയ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഈക്വൽ ആണ്. അത് നമ്മൾ സിമിലാരിറ്റി വെച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ 2 കൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ നമുക്ക് സ്ക്വയറിൻ്റെ സൈഡിലേക്ക് പോവാം. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ബേസ് B ആണ്, ഹൈറ്റ് H ആണ്. ആൻഡ് ഐ ആം കൺസ്ട്രക്ടിങ് ദ ലാർജസ്റ്റ് സ്ക്വയർ പോസിബിൾ ഇൻസൈഡ് ദിസ് ട്രയാങ്കിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സൈഡ്, അതായത് ഈ സൈഡ് എപ്പോഴും ലാർജർ ട്രയാങ്കിളിൻ്റെ ബേസ്. അപ്പോൾ എനിക്കിതിന് BX എന്ന് എടുത്തൂടെ, നേരത്തെ സിമിലാരിറ്റി വെച്ച് പറഞ്ഞ പോലെ. അതേപോലെ ഈ സ്മോളർ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് HX എന്ന് എടുത്തൂടെ. ഓക്കെ, സ്മോളർ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് HX ആണ്, സ്മോളർ ട്രയാങ്കിളിൻ്റെ ബേസ് BX ആണ്. അങ്ങനെയാണെങ്കിൽ
ദിസ് സൈഡ്, ഈ വെർട്ടിക്കൽ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ച് മൈനസ് എച്ച് എക്സ് ആയിരിക്കില്ലേ? കാരണം ഇത്രയും ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്, ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ എച്ച് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് എച്ച് മൈനസ് എച്ച് എക്സ് ആണ്. ഇനി സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? സൈഡ്സ് ഈക്വൽ ആയിരിക്കും, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതായത് ബി എക്സ് ഈക്വൽസ് എച്ച് മൈനസ് എച്ച് എക്സ് ആയിരിക്കും. ഓർ ബി എക്സ് പ്ലസ് എച്ച് എക്സ് ഈക്വൽസ് എച്ച് എന്ന് എഴുതാം. എക്സ് കോമൺ ആയിട്ട് എടുത്താൽ ബി പ്ലസ് എച്ച് എന്ന് പറയുന്നത് എച്ച് ആയിരിക്കും. അതായത് എക്സിൻ്റെ വാല്യൂ എച്ച് ബൈ ബി പ്ലസ് എച്ച് ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ എച്ച് ബൈ ബി പ്ലസ് എച്ച് ആയിരിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് എന്താ? സൈഡ് അല്ലേ വേണ്ടത്? സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? ബി എക്സ് ആണെന്നല്ലേ നമ്മൾ എടുത്തേ, ബി എക്സ്. അപ്പോൾ ബി എക്സ്, എക്സിൻ്റെ വാല്യൂ എന്താ? എച്ച് ബൈ ബി പ്ലസ് എച്ച്. അപ്പം ബി എച്ച് ബൈ ബി ഇൻറ്റു ബി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ബി എച്ച് ബൈ ബി പ്ലസ് എച്ച്, ബി എച്ച് ബൈ ബി പ്ലസ് എച്ച്. അപ്പോൾ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് ബി എച്ച് ബൈ ബി പ്ലസ് എച്ച്. ഇതങ്ങ് കാണാതെ പഠിച്ചാൽ മതി, നിങ്ങൾ പ്രൂഫൊന്നും പഠിക്കാൻ നിൽക്കണ്ട. ബി എച്ച് ബൈ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് ബി എച്ച് ബൈ ബി പ്ലസ് എച്ച് ആയിരിക്കും. ഓക്കെ, ബേസ് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, ഹൈറ്റ് തന്നിട്ടുണ്ടാവും. യു ജസ്റ്റ് ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് സൈഡ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുമ്പോൾ ഒക്കെ ക്ലിയർ ആവും. ഓക്കെ, ഒരു കാര്യം പറയാൻ പറ്റുപോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു, ലാർജസ്റ്റ് സ്ക്വയർ കൺസ്ട്രക്റ്റഡ് ഇൻസൈഡ് എ ട്രയാങ്കിൾ വിത്ത് ബേസ് സ്മോളസ്റ്റ് സൈഡ് ബി സൈഡ് ഈസ് ഈക്വൽ ടു ബി എച്ച് ബൈ ബി പ്ലസ് എച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ലാർജസ്റ്റ് സൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാർജസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് സൈഡിലായിരിക്കും എന്ന് പറയും. സ്മോളസ്റ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആയിരിക്കും എന്ന് പറയും. ഓക്കെ, അത് എപ്പോൾ മാത്രമാണ്? ലാർജസ്റ്റ് സ്ക്വയർ വരുമ്പോഴാണ്. അവിടെ മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഏത് സൈഡിൽ ലാർജസ്റ്റ് സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്താലും യൂസ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളില്ല, 10, 12, 13 എക്സാമ്പിൾ, ഞാൻ 12 എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ബേസിൽ, ആ ബേസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയർ, ഈ ട്രയാങ്കിളിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയർ അല്ല, ഈ ബേസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്തെന്ന് വിചാരിക്കാം. ആ കേസിലും എനിക്ക് ഈ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ബി എച്ച് ബൈ ബി പ്ലസ് എച്ച് എന്ന് എടുക്കാൻ പറ്റും. ബി എച്ച് ബൈ ബി പ്ലസ് എച്ച്, അവിടെ ബേസ് എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു ഹൈറ്റ് എത്രയാണോ കിട്ടുന്നത് അത് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ബി ഹൈറ്റ് ആയിരിക്കും. ഹൈറ്റ് ഡിവൈഡ് ബൈ 12 പ്ലസ് ഹൈറ്റ്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ കേസിൽ, അതായത് ഈ 12ൻ്റെ കേസിൽ ഞാൻ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്ക്വയർ ഈ ട്രയാങ്കിളിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയർ ആയിരിക്കില്ല, ഈ ബേസിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഈ ട്രയാങ്കിളുടെ ഉള്ളിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്മോളസ്റ്റ് സൈഡിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴായിരിക്കും. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാറുണ്ട്, ചിലപ്പോൾ ചോദിക്കും 13 എന്ന് പറയുന്ന സൈഡിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയർ ചോദിക്കും, ചിലപ്പോൾ 12 കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയർ ചോദിക്കും, ചിലപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയർ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഏത് സൈഡിൽ വെച്ചിട്ട് സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യനിൽ പറയുകയാണ് ലാർജസ്റ്റ് സ്ക്വയർ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറയുകയാണെങ്കിൽ സ്മോളസ്റ്റ് സൈഡിലുള്ള സ്ക്വയർ വേണം, സ്മോളസ്റ്റ് സൈഡിൽ വേണം സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ. ഓക്കെ, സോ നമുക്ക് ഇത്രയാണ് തിയറി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന പാർട്ടിൽ നമുക്ക് ഇത് വെച്ചിട്ടൊരു 5 to 6 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേക്കും എല്ലാം ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.